ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ. കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ. എന്നാലും ഭയമെന്തിനരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികിൽ. എന്നാലും ഭയമെന്തിനരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികിൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ളതായ ചില ദൈവവചനം നമുക്ക് ചിന്തിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 12-13 വാക്യം നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 12-13 വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭാഗ്യവാനായ അപ്പോസ്തലൻ സഭയിലേക്ക് കടന്നു വന്ന വിശ്വാസികളോട് അവരുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവരുടെ ഭാവി. ദൈവമക്കളെ, ദൈവവചനം കേൾക്കാൻ വരുന്ന നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയാൻ എപ്പോഴും ആഗ്രഹമുണ്ട്. അവരുടെ ഭാവി എന്തായിരിക്കുമെന്നാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
മരിച്ചുപോയവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിവില്ലാത്തവരാകരുത്. മരണം നിലമെല്ലാം നേരിടേണ്ടതാണ്. എന്നാൽ മരിച്ചു പോകുന്ന മനുഷ്യന് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്, നിങ്ങൾ അറിയണം. അടുത്ത വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾ എന്ത് വിശ്വസിക്കണം? നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തു മരിച്ചുവെന്നും കർത്താവായ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾ എന്ത് വിശ്വസിക്കണം? ഇതാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അതാണ് ഭാവിയെക്കുറിച്ചുള്ളതായ ആ ചിന്ത അവിടെ കൊടുക്കുകയാണ് അപ്പോസ്തലൻ. അതിൻ്റെ 17-ാമത്തെ വാക്യം, അവസാനത്തെ വരി ഇപ്രകാരമാണ് വായിക്കുന്നത്. 17-ാമത്തെ വാക്യം ഇങ്ങനെ: നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അപ്പോസ്തലൻ നമ്മൾക്ക് ഭാവിയെക്കുറിച്ച് പറയുന്ന വാക്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് കർത്താവിനോട് കൂടെയായിരിക്കുമെങ്കിൽ മരണം കഴിഞ്ഞാലും നാം ആരുടെ കൂടെയായിരിക്കും? കർത്താവിനോട് കൂടെയായിരിക്കും. ഇവിടെ ജീവിക്കുന്ന കാലത്ത് നാം യേശുവിനോട് കൂടെ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും നാം ആരുടെ കൂടെ ആയിരിക്കില്ല? യേശുവിനോട് കൂടെ ആയിരിക്കില്ല, ദുഷ്ടനായ പിശാചിൻ്റെ കൂടെയായിരിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നാം യേശുവിനോട് കൂടെയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും നാം യേശുക്രിസ്തുവിനോട് കൂടെയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും, പത്രോസിന്റെയും യോഹന്നാന്റെയും, കർത്താവിന്റെ ശിഷ്യന്മാരായ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ സാമാന്യ മനുഷ്യരാണ്, പഠിപ്പില്ലാത്തവരാണ്. ഇനിയെന്താ? സാമാന്യരായ മനുഷ്യരാണ്. അവരെ കാണുകയാൽ, അവരെന്ന് ഗ്രഹിക്കിയാലും അവർ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവർ യേശുവിനോട് കൂടെയായിരുന്നു. അവർ പഠിപ്പില്ലാത്തവരായിരുന്നു, പക്ഷെ അവർ യേശുവിനോട് കൂടെയായിരുന്നു. അവർ സാമാന്യ മനുഷ്യരായിരുന്നു, പക്ഷേ അവർ യേശുവിനോട് കൂടിയായിരുന്നു. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരായ ആളുകളെ ദിവ്യന്മാരെന്നൊന്നും അല്ല എന്ന് വിളിച്ചത്. അന്നത്തെ സമൂഹം കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ ദിവ്യന്മാരെന്നോ പരിശുദ്ധന്മാരെന്നോ ഒന്നും അല്ല എന്ന് വിളിച്ചത്, സാധാരണ മനുഷ്യരെന്നാണ് വിളിച്ചത്. അവർ പഠിപ്പില്ലാത്ത സാധാരണ മനുഷ്യർ, അവർ പഠിപ്പില്ലാത്തവരാണ്. അവർക്കറിയാം പഠിപ്പില്ലാത്തവരും സാധാരണക്കാരുമായ മനുഷ്യർ. ദൈവമക്കളെ, കർത്താവിൻ്റെ കൂടെയുള്ളവരെ നാം എപ്പോഴും ദിവ്യന്മാരെന്നോ പരിശുദ്ധന്മാരെന്നോ വിശുദ്ധന്മാരെന്നോ ഒക്കെ വിളിക്കുന്നത് ഒരു ബഹുമാനത്തോടെ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ വിളിച്ചേ പറ്റുമെന്നൊന്നുമില്ല. അതൊക്കെ ഒരു ബഹുമാനത്തോടെ ആദരവോടെ വിളിക്കുന്നു മാത്രം, ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നതല്ലേ ഉള്ളൂ. അന്നത്തെ അപ്പോസ്തലന്മാരെ വിളിച്ചത് സാധാരണ മനുഷ്യർ, പഠിപ്പില്ലാത്ത മനുഷ്യർ. പക്ഷേ അവരുടെ ചില ക്വാളിറ്റി അവർക്കുണ്ടായിരുന്നു. അവർ സാധാരണക്കാരായിരുന്നു, അവർ വലിയ സമ്പന്നരൊന്നും ആയിരുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, പഠിപ്പില്ലാത്തവരായിരുന്നു. പക്ഷേ എന്തൊക്കെയായിരുന്നു അവർക്കുള്ളതായ യോഗ്യത? അവർക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു, നല്ല ധൈര്യം. പഠിപ്പില്ലാത്ത മനുഷ്യരാണ്, ഒരു കഴിവുമില്ല, പ്രസംഗം പാടവും ഇല്ല, ഒന്നുമില്ല, മീൻ പിടിക്കാൻ നടന്നവനും അങ്ങനെ ഇങ്ങനെയുള്ളവനൊക്കെയാണ്. പക്ഷേ അവർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. സാധാരണ ധൈര്യമെന്ന് കേൾക്കുമ്പോൾ നാം വിചാരിക്കും ഭീകരന്മാർക്കാണ് ധൈര്യമുള്ളതെന്ന്. കൊല്ലാനും വെട്ടാനും ഉപദ്രവിക്കാനും ഇല്ലാതാക്കാനും കൊള്ളയടിക്കാനും ഒക്കെയുള്ളതായ കഴിവിനെയാണ് ധൈര്യമെന്ന് സാധാരണ ലോകമനുഷ്യൻ പറയുന്നത്. അതൊക്കെയാണ് ലോകമനുഷ്യൻ്റെ മുമ്പിൽ ധൈര്യമെന്ന് പറയുന്നത്. കൊല്ലുക, വെട്ടുക, ഒരു വാക്കിന് ഇല്ലാതാക്കുക, കുടുംബത്തെ ഉന്മൂലനം ചെയ്യുക, എല്ലാത്തിനും വാക്കിന്, എടുത്ത വാക്കിന് എല്ലാം നശിപ്പിക്കുക, നശിപ്പിക്കാനുള്ള കഴിവിനെയാണ് ഇന്ന് ധൈര്യമെന്ന് പറയുന്നത്. എന്നാൽ അന്നത്തെ അപ്പോസ്തലന്മാർ ധൈര്യമുള്ളവരെന്നവർ പറഞ്ഞു. അവർക്ക് എന്ത് ധൈര്യമാണ് ഉണ്ടായിരുന്നത്? അപ്പോസ്തലന്മാരായ അവർക്ക് എന്ത് ധൈര്യമാണ് ഉണ്ടായിരുന്നത്? അവർക്കുണ്ടായിരുന്ന ധൈര്യത്തിലെ ഒരു ധൈര്യം ഇതാണ്. അതാണ് 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ച് നോക്കാം. എന്തായിരുന്നു അവരുടെ ധൈര്യം?
മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ദൈവമക്കളെ, അത് ഉറക്കെ പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. അവർക്ക് ധൈര്യമായിട്ട് ഒരു കാര്യം പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. ഈ ദേവാലയം കൊണ്ട് രക്ഷയില്ല. അന്ന് ദേവാലയമുണ്ട് അവിടെ. അവർ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. അവിടെ മഹാപുരോഹിതനും ഉണ്ടായിരുന്നു. അവിടെ പെരുന്നാളുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ എഴുന്നേറ്റ് നല്ല ധൈര്യത്തോടെ പറഞ്ഞു, ഈ ദേവാലയം കൊണ്ട് രക്ഷയില്ല, ഈ പെരുന്നാൾ കൊണ്ട് രക്ഷയില്ല, ഈ ദൈവക്കളെ ഈ ആചാരിത്വം കൊണ്ട് രക്ഷയില്ല. അവിടെ വെറുതെ വൃഥാ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് രക്ഷയില്ല. മനുഷ്യന് രക്ഷയുണ്ടാകണമെങ്കിൽ, ഭാവി ഉണ്ടാകണമെങ്കിൽ അതിന് ഒരേ ഒരു മുഖാന്തരമേ ഉള്ളൂ, യേശു. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ദൈവമക്കളെ, അത് പറയാനുള്ളതായ ധൈര്യം, അതാണ് സാമാന്യരും വിദ്യാഭ്യാസമില്ലാത്തവരുമായ ആ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന ധൈര്യം. മറ്റൊന്നിലും രക്ഷയില്ല. ഒരു മനുഷ്യനെ വിളിച്ചാലും രക്ഷപ്പെടുകയില്ല. ഒന്നിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ളതായ ആ ധൈര്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ധൈര്യം കിട്ടിയിട്ടുണ്ടോ? ആ ധൈര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു മനുഷ്യനുമല്ല എന്നെ രക്ഷിച്ചത്, കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ രോഗം സൗഖ്യമാക്കി തന്നത് ഒരു മനുഷ്യനുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ വിവാഹം നടത്തി തന്നത് മനുഷ്യരല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. എനിക്ക് ഭാവി ഉണ്ടാക്കി തന്നത് മനുഷ്യനല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് ധൈര്യം, അതാണ് ധൈര്യം, അതാണ് ധൈര്യോടെ ദൈവമക്കളെ, അതാണ് ധൈര്യം എന്ന് പറയുന്നത്. മറ്റൊരുത്തനുമല്ല. അവിടെ മനുഷ്യരെല്ലാം ഉണ്ട്, അവരുടേതായ രീതിയിൽ ആരാധനകളെല്ലാം നടക്കുന്നുണ്ട്. മനുഷ്യർ പലതിനും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ദൈവം കയ്യിലെടുക്കുന്ന മനുഷ്യർ പലതിനും പ്രയോജനപ്പെടും. ജീവനുള്ള ദൈവം പലരിൽ കൂടെയും പ്രവർത്തിക്കും. പക്ഷേ ദൈവമാണെല്ലാം ചെയ്യുന്നത്. ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. അവരുടെ പുറപ്പാടിൻ്റെ കാലത്ത് അവർക്ക് ആഹാരമില്ല. അവർ മോശയോട് വഴക്കുണ്ടാക്കി, ഞങ്ങൾക്ക് ആഹാരമില്ല. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തു. അവർക്ക് മന്ന കൊടുത്തു ദൈവം. എല്ലാ ദിവസവും രാവിലെ മന്ന കിട്ടി. ആ തലമുറയിലെ ആളുകൾ, അന്നത്തെ ആ കാരണവന്മാർ, അപ്പനും അമ്മയും മക്കളെ എന്ത് പഠിപ്പിച്ചെന്നറിയാവോ? മക്കളെ, മോശ നമുക്ക് മന്ന തന്നു. ആരാ നമുക്ക് മന്ന തന്നത്? മോശ നമുക്ക് മന്ന തന്നു. നമുക്ക് ആഹാരമില്ലാത്ത കാലത്ത് മോശ നമുക്ക് മന്ന തന്നു. അത് മക്കളെ പഠിപ്പിച്ചു. അത് കാലങ്ങളായി മക്കളെ പഠിപ്പിച്ചു, പിന്നെ മക്കളെ പഠിപ്പിച്ചു, അതിൻ്റെ തലമുറയെ പഠിപ്പിച്ചു. അങ്ങനെ കാലാകാലങ്ങളായിട്ട് അവർ തലമുറ തോറും മക്കളെ പഠിപ്പിച്ചു. മോശ ഞങ്ങൾക്ക് മന്ന തന്നു, മോശ ഞങ്ങൾക്ക് മന്ന തന്നു, മോശ ഞങ്ങൾക്ക് മന്ന തന്നു. കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് മോശ ഞങ്ങൾക്ക് മന്ന തന്നു. കർത്താവായ യേശു അവരോട് പറഞ്ഞു, യോഹന്നാൻ 6:32 പറഞ്ഞു, മോശയല്ല തന്നത്, മോശയല്ല തന്നത്. പ്രിയപ്പെട്ടവരെ, അത് മോശയല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ആരും ഉണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അവർ മക്കളെ പഠിപ്പിച്ചത് മോശ തന്നു, മോശ തന്നു, മോശ തന്നു എന്ന്. കാര്യം ശരിയാണ്, മോശ നടത്തിക്കൊണ്ടിരുന്നു. ആ കാലത്ത് മോശയും പ്രാർത്ഥിച്ചു. പക്ഷേ പഠിപ്പിച്ചതുപോലെ മക്കൾ തത്തമ്മ പൂച്ചയെന്നിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കർത്താവായ യേശു വന്നപ്പോൾ യേശു പറഞ്ഞു, മോശയല്ല തന്നത്, എൻ്റെ പിതാവാണ്, ദൈവമാണ് നിങ്ങൾക്ക് മന്ന തന്നതെന്ന് പറഞ്ഞു. അത് കേട്ട അവർ വച്ചേക്കുമോ? അവർ യേശുവിനെ കുരിശിക്കാൻ തീരുമാനിച്ചു. കാരണം അവരുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യാസപ്പെട്ടു. പക്ഷേ അബദ്ധം പഠിപ്പിച്ചതാരാ? യേശുവാണ് അബദ്ധം പറഞ്ഞത്, കാരണവന്മാരാണ് അബദ്ധം ചെയ്തത്. അബദ്ധം പഠിപ്പിച്ചത് ആ കാരണവന്മാരാണ് പഠിപ്പിച്ചത്. കാരണം അവർ ദൈവത്തെ കണ്ടില്ല, അവർ മോശയെ കണ്ടു. പ്രിയപ്പെട്ടവരെ, എല്ലാ തലമുറയിലും ഈ ദോഷമുണ്ട്, എല്ലാ തലമുറയിലും ദോഷമുണ്ട്. തെറ്റായത് പഠിപ്പിച്ചു തുടങ്ങിയാൽ ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആ തെറ്റിൻ്റെ പുറകെ ആളുകൾ പോയിക്കൊണ്ടിരിക്കും.
ഇസ്രായേൽ ജനം എന്നും പറഞ്ഞുകൊണ്ടിരുന്ന മോശ ഞങ്ങൾക്ക് ആ മന്ന തന്നു. യേശുക്രിസ്തു വന്നു കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രവാചകന്മാർ എത്രയോ വന്നു, അവരാരും തിരുത്തിയില്ല. പക്ഷേ യേശുക്രിസ്തു വന്നപ്പോൾ യേശു പറഞ്ഞു, മോശയല്ല തന്നത്, എൻ്റെ പിതാവാണ് തന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവർക്ക് ആരോട് വിരോധമായി? യേശുക്രിസ്തുവിനോട് വിരോധമായി അവനെ കുരിശിക്കണം എന്ന കാര്യമാണ്. ദൈവമക്കളെ, തെറ്റായത് മക്കളെ പഠിപ്പിക്കരുത്, തെറ്റായത് സാക്ഷ്യത്തിലും പറയരുത്. ജീവനുള്ള ദൈവമാണ്, അതാണ്, മറ്റൊരുത്തലും രക്ഷയില്ല. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. കർത്താവായ യേശുവിനെ പറയാനുള്ള ധൈര്യം ഉണ്ടാക്കണം. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അത് പറയാം. അത് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മരിച്ചു നിങ്ങൾ പറയൂ? കർത്താവ് നിങ്ങളുടെ പാപത്തിന് മോചനം തന്നു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ടവരെ, ആരാണ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്? നിങ്ങൾ സ്വർഗത്തിലെത്താൻ വേണ്ടി ഒരാൾ മരിച്ചു, നിങ്ങളുടെ പാപം മോചിച്ചു കിട്ടാൻ വേണ്ടി ഒരാൾ മരിച്ചു, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഒരാൾ സമാധാനമില്ലാതെ നിലവിളിച്ചു. ആ കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവായ യേശു, ഞാൻ സ്വർഗത്തിലെത്താൻ വേണ്ടി യേശു മരിച്ചു. അത് പറയാനുള്ളതായ ധൈര്യം, അതാണ് സാമാന്യരും വിദ്യാഭ്യാസമില്ലാത്തവരും പഠിപ്പില്ലാത്തവരുമായ ആ മുക്കുവരുടെ ധൈര്യം അവർക്കുണ്ട്. ദൈവമക്കളെ, ഇതാണ് ആത്മധൈര്യം എന്ന് പറയുന്നത്. കർത്താവായ യേശുവിനെക്കുറിച്ച് ലജ്ജ കൂടാതെ പറയാനുള്ള ധൈര്യം. വീണ്ടും അപ്പോസ്തലന്മാർക്ക് ധൈര്യമുണ്ടായിരുന്നു. അവർക്ക് വിശുദ്ധിയെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല, അവർക്ക് പുനരുത്ഥാനത്തെക്കുറിച്ചും പറയാനുള്ളതായ ധൈര്യമുണ്ടായിരുന്നു. നിങ്ങളവനെ കുരിശിച്ചു, ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. കർത്താവായ യേശു എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ദൈവമക്കളെ, നമുക്കെല്ലാം വേണ്ടതാണ് ആ ആത്മാവിലെ ആ ധൈര്യം. ഇയ്യോബിന് ധൈര്യമുണ്ടായിരുന്നു തൻ്റെ ഭാവിയെക്കുറിച്ച് പറയാൻ. എൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് പറയാൻ ഇയ്യോബിന് ധൈര്യമുണ്ടായിരുന്നു. ഇയ്യോബ് പറയുന്നുണ്ട് 19-ാം അധ്യായം 25-ാം വാക്യം 26-ാമത്തെ വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-26 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും, എന്നെ വീണ്ടെടുക്കുന്നവൻ, എന്നെ വിലയ്ക്ക് മേടിച്ചവൻ, എന്നെ ദൈവരാജ്യത്തിലെത്തുവാൻ വേണ്ടി വന്നവൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ അങ്ങ് ഇല്ലാതായി തീർന്ന ശേഷം, എൻ്റെ ശരീരം അങ്ങ് തീർന്ന് ഞാൻ മരിച്ച് മണ്ണടിഞ്ഞ് പോയി കഴിഞ്ഞാലും ഞാൻ ദേഹസഹിതനായി മറ്റൊരു ശരീരത്തോടു കൂടെ ഞാൻ ദൈവത്തെ കാണും. ഞാൻ ദൈവത്തെ കാണും. ഞാൻ മരിക്കും, എൻ്റെ മണ്ണടിഞ്ഞങ്ങ് പോകും. അത് ഞാനിങ്ങനെ മണ്ണടിഞ്ഞങ്ങ് പോകും. പക്ഷേ ഞാൻ ദേഹസഹിതനായി വേറൊരു ശരീരമുള്ളവനായി ഞാൻ ആരെ കാണും? ഞാൻ എൻ്റെ ദൈവത്തെ കാണും. കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചവൻ, ആ ഉയർത്തെഴുന്നേറ്റവൻ, അവനെ ഞാൻ കാണും. ഞാൻ അവനെ കാണും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് ആത്മീയ ധൈര്യം എന്ന് പറയുന്നത്. കർത്താവായ യേശുവിനെ സാക്ഷിക്കുവാനും എനിക്കൊരു ഭാവിയുണ്ടെന്ന് പറയാനുള്ള ധൈര്യം. ക്രിസ്തു എനിക്ക് ഭാവി തരും. എന്നെ വീണ്ടെടുക്കുന്നവൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ യേശു മുഖാന്തരം ഞാൻ ഭാവിയുള്ളവനാണ്, അത് പറയാനുള്ളതായ ആ ധൈര്യം. എന്താണ് ഇയ്യോബ് പറഞ്ഞത്? ഒന്നുകൂടെ വായിക്കാം ആ വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ ദൈവത്തെ കാണും. ഞാൻ ആരെ കാണും? ഞാൻ മരിച്ചതിന് ശേഷം ഞാൻ ആരെ കാണും? ഞാൻ ദൈവത്തെ കാണും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ? നിങ്ങൾക്ക് ആ ധൈര്യമുണ്ടോ? ഞാൻ മരിച്ചതിന് ശേഷം, അതാണ് മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരാകരുത്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ ആരെ കാണും? ഞാൻ ദൈവത്തെ കാണും. യോബ് പറയുകയാണ്. യോബ് ദൈവത്തെ 2 പ്രാവശ്യം കണ്ടു. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. എൻ്റെ 5-ാമത്തെ വാക്യം, ഞാൻ മരിച്ചു കഴിഞ്ഞ് ദൈവത്തെ കാണും. വീണ്ടും യോബ് പറയുന്നു 42-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കാണുന്നു. അത് വേറൊരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ, ആത്മീയ കാഴ്ചയാണ്. ദൈവം ആരാണെന്ന് ഞാൻ കാണുന്നു.
ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ഞാൻ കാണുന്നു. ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നു, ഞാൻ ദൈവത്തെ കാണുന്നു. ഇപ്പോഴേ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ കാണുന്നു. യോബ് പറയുന്ന വാക്കാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുന്നു. എന്താണ് യോബ് പറഞ്ഞതിൻ്റെ അർത്ഥം? തൻ്റെ ജീവിതത്തിലെ കഷ്ടതയും, തനിക്ക് രോഗം വന്നതും, തൻ്റെ മക്കൾ മരിച്ചുപോയതും, തൻ്റെ സമ്പത്തെല്ലാം പോയതും, തൻ്റെ ഭാര്യ പിണങ്ങിപ്പോയതും, ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലായി വരുന്നു. അതുമൂലമുള്ളതായ അനുഗ്രഹവും അതിൻ്റെ പിന്നിലൊരു അനുഗ്രഹമൊക്കെ ഉണ്ട്. ഞാനിതെല്ലാം മനസ്സിലാക്കി വരുന്നു. ഇപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ കണ്ണ് തുറന്നു കിട്ടി. കാരണം എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയായിപ്പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി വരുന്നു. ആത്മീയമായി ഞാൻ കണ്ണുകാഴ്ചയുള്ളവനായി വരുന്നു. ഞാൻ ആത്മീയമായി കണ്ണുകാഴ്ചയുള്ളവനായി വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് കണ്ണുകാഴ്ച എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നമെല്ലാം? എല്ലാത്തിലും അങ്ങ് നിരാശപ്പെട്ടു പോവുകയല്ല. യോബ് നിരാശപ്പെട്ടു പോയിരുന്നു, യോബ് അലഞ്ഞു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ യോബ് തൻ്റെ പ്രത്യാശ വീണ്ടെടുക്കുകയാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ ജീവിതത്തിൽ അത്യാഹിതവും ആപത്തുകളും മരണവും എല്ലാം എൻ്റെ കുടുംബത്തിലേക്ക് നേരിട്ടതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ടായിരുന്നു എന്ന് യോബ് ഇപ്പോൾ കാണാൻ തുടങ്ങുകയാണ്. യോബിൻ്റെ പ്രത്യാശ വർദ്ധിച്ച് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നാം പ്രത്യാശയില്ലാത്തവരാകരുത്. ഞാൻ ദൈവത്തെ കാണും. ആരും ദൈവത്തിൻ്റെ വചനം പറയും, ഒരു ഷണ്ണൻ പോലും പറയരുത്. ഷണ്ണൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുമല്ല പുരുഷനുമല്ലാത്തവരും. ഒരു ഷണ്ണൻ പോലും പറയരുത് ഞാനൊരു ഉണങ്ങിയ മരമാണെന്ന് പറയരുത്. അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. പ്രത്യാശയില്ലാത്തവനായി ആരും പോകരുത്. ദൈവമക്കളെ, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഞാനൊരു ഉണങ്ങിയ മരമാണ്, എനിക്ക് ഭാവിയില്ല, എനിക്കതിന് മുന്നോട്ട് ഗതിയില്ല, എൻ്റെ വഴി അടഞ്ഞു, എൻ്റെ കൂമ്പടഞ്ഞു, എനിക്കിനി ആരുമില്ല, ഒന്നുമില്ല. അങ്ങനെയൊരു വാക്ക് പറയാൻ ദൈവം മനുഷ്യനെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഒരു ഷണ്ണൻ പോലും പറയരുത് ഞാനൊരു ഉണങ്ങിയ മരമാണെന്ന് പറയരുത്. അതാണ് ആലോചന ഇരുളാക്കുന്നു. യോബ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാണ്. എനിക്ക് ഭാവിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് യോബ്. ദൈവം ദാവീദിനെ ഒരു പേര് വിളിച്ചു. 38-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവനിവനാർ. ദൈവമക്കളെ, യോബിനെ ദൈവം വിളിച്ച പേരെന്താണെന്നറിയാവോ? അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവൻ, ഹൃദയത്തിൽ ഇരുട്ടുണ്ടാക്കുന്നവൻ. അറിവില്ലാത്ത വാക്കുകൾ പറഞ്ഞ്, പരിജ്ഞാനമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിലാകാതെ വാഗൊണ്ട് ദൈവത്തെക്കുറിച്ചും എല്ലാതിനെക്കുറിച്ചും അവനവൻ്റേതായ രീതിയിൽ സംസാരിച്ച് അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവൻ, ഇരുട്ടുണ്ടാക്കുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവത്തിൻ്റെ വഴികളെ നാം അറിയുന്നില്ല എങ്കിൽ നമ്മുടെ വായ കൊണ്ടുള്ള സംസാരവും ഓരോ സാഹചര്യങ്ങളിലുള്ള നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഹൃദയത്തിലാകട്ടെ നമ്മുടെ ഭവനത്തിലാകട്ടെ ഇരുട്ടുണ്ടാക്കിയുള്ളൂ. ആലോചനയെ ഇരുളാക്കുന്നവൻ. യോബിനെ കുറിച്ച് ആദ്യം ദൈവം പറഞ്ഞ എന്താണെന്നറിയാവോ? 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഭക്തനായിരുന്നൊരു മനുഷ്യൻ, വെളിച്ചമുണ്ടായിരുന്നൊരു മനുഷ്യൻ, വെളിച്ചത്തിൽ എന്തുണ്ടായിരുന്നൊരു മനുഷ്യൻ, വെളിച്ചത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ, ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചൊരു മനുഷ്യൻ, ജീവിതത്തിൽ കൊടുങ്കാറ്റുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അവൻ ആലോചനയെ ഇരുട്ടുണ്ടാക്കിയ മനുഷ്യനായി മാറി. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് നമ്മുടേതായ ബുദ്ധി കൊണ്ട് അളന്നാൽ, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നമ്മുടേതായ അളവുകോൽ കൊണ്ട് അളന്നാൽ നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ നാം പലതും പറയും. നാം ആത്മീയ രംഗത്ത് പലതും സംസാരിക്കും. നാം ആത്മീയ രംഗത്ത് പലതും വിളമ്പും. പ്രസംഗത്തിൽ പറയും, സംസാരത്തിൽ പറയും, പലതും നാം പറയും, പലതും നാം വിളമ്പും, പലതും നാം പലർക്കും പറഞ്ഞു കൊടുക്കും. ഫലമായിട്ട് എന്തുണ്ടാകും? കേൾക്കുന്നവരുടെ ഹൃദയത്തിലും ഇരുട്ടുണ്ടാകും, പറയുന്ന എൻ്റെ ഹൃദയത്തിലും ഇരുട്ടുണ്ടാകും. ആലോചനയെ ഇരുളാക്കുന്നവൻ, ഹൃദയത്തിൽ ഇരുട്ടുണ്ടാക്കുന്നവർ. പ്രിയപ്പെട്ടവരെ,
ഒരിക്കലും ആത്മീയം നമ്മുടേതായ കണ്ണുകൊണ്ട് കണ്ട് നമ്മുടേതായ ബുദ്ധി കൊണ്ട് അളന്ന് നടത്താവുന്നൊരു കാര്യമല്ല. ജീവനുള്ള ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും നമുക്കാർക്കും അളക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഇതൊന്നും അളക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ അതിനൊന്നും പരിജ്ഞാനമുള്ളവരല്ല. ദൈവം ഇയ്യോബിനെ വിളിച്ചു, നീ നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, യഹോവഭക്തനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. പക്ഷേ ഇപ്പോൾ നിനക്ക് ഈ പ്രയാസങ്ങളെല്ലാം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ, നിനക്ക് പലതും മനസ്സിലാകാതെ വന്നു കഴിഞ്ഞപ്പോൾ, നീ ഇപ്പോൾ സംസാരിച്ച് നീ നിൻ്റെ ഹൃദയത്തെ ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം സംസാരം കുറയ്ക്കണം. നാം അധികം വാക്ക് പറയരുത്. വാക്ക് പെരുകിയാൽ ലംഘനമുണ്ടാകും. നാം അധികം സംസാരിക്കരുത്. നാം നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും പരിജ്ഞാനമില്ലായ്മ കൊണ്ടും ആത്മീയ രംഗത്ത് അധികം പറഞ്ഞ് നാം നമ്മുടെ ഹൃദയത്തെ ഇരുട്ടാക്കും. അനേകരുടെ ഹൃദയത്തെ ഇരുട്ടാക്കും. ഭവനത്തിൽ ഇരുട്ടുണ്ടാക്കും. മക്കളുടെ ഹൃദയം ഇരുളും, പങ്കാളിയുടെ ഹൃദയം ഇരുളും. ആകപ്പാട് കുടുംബത്തിൽ ഇരുട്ടുണ്ടാക്കാനേ കഴിയുള്ളൂ. യോബ് തന്നെ പറയുന്നുണ്ട്, 42-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യോബ് ഏറ്റു പറയുന്നുണ്ട്. 42-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അറിവ് കൂടാതെ ആലോചനയെ മറച്ചു കളയുന്നവരിവനാർ, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, യോബ് പറയുകയാണ്, ദൈവമേ, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവന് ആര്? ഞാൻ അറിവില്ലാതെ അന്ധകാരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ പലതും പറഞ്ഞുപോയി. എനിക്ക് മനസ്സിലാകാത്ത ആത്മീയ കാര്യങ്ങൾ, എനിക്ക് മനസ്സിലാകാത്ത ആത്മീയ രഹസ്യങ്ങൾ എൻ്റേതായ ചിന്തയിൽ അങ്ങ് ഉപയോഗിച്ച് ഞാൻ പലതും പറഞ്ഞുപോയി. ഞാൻ പലതും തെറ്റിപ്പോയി. എൻ്റെ വാക്കിൽ ലംഘനം വന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ആ വിനയം എന്ന് പറയുന്നത്. ഇരുട്ട് മാറാൻ തുടങ്ങുകയാണ് അവിടെ. യോബ് ഉണ്ടാക്കിയ ഇരുട്ട്, യോബിൻ്റെ വിവേകം വന്നപ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ യോബ് മൂലമുണ്ടായ ഇരുട്ട് യോബിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറാൻ തുടങ്ങി. യോബ് ആദ്യമായി പറഞ്ഞു, ഞാൻ ഇരുട്ടുണ്ടാക്കിയ ഒരു മനുഷ്യനാണ്, ഇരുട്ട് വ്യാപരിപ്പിച്ച ഒരു മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിച്ചമാണോ ഉണ്ടാക്കുന്നത്, ഇരുട്ടാണോ ഉണ്ടാക്കുന്നത്? നിങ്ങളുടേതായ രീതിയിൽ ആലോചിച്ച്, നിങ്ങളുടേതായ നിഗമനങ്ങൾ പറഞ്ഞ്, കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാതെ, നിങ്ങളുടേതായ നിരൂപണങ്ങളെ സംസാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുട്ടുണ്ടാക്കാറുണ്ടോ? ഇരുട്ടിൻ്റെ വ്യാപാരമുണ്ടോ നിങ്ങളുടെ ഭവനത്തിൽ? ഇരുട്ടിൻ്റെ വ്യാപാരം പുറമേ നിന്ന് വരുന്നതല്ല. ആലോചനയില്ലാത്ത വാക്കുകളാൽ, പ്രിയപ്പെട്ടവരെ, വ്യർത്ഥമായ വാക്കുകളാൽ ഹൃദയം ഇരുട്ടുണ്ടാക്കുന്ന മനുഷ്യൻ, പല കുടുംബങ്ങളും സമാധാനം കെട്ടുപോകുന്നു. തിരിച്ചു നോക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. പലതും ദൈവത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ആത്മീയത്തെക്കുറിച്ചും ആത്മീയരെക്കുറിച്ചും സഭയെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചും എന്തിനെക്കുറിച്ചും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അറിവെനിക്കുണ്ട്, പരിജ്ഞാനം എനിക്കുണ്ട് എന്നുള്ളതായ ഒരു ചിന്താഗതിയോടെ മനുഷ്യനിങ്ങനെ സംസാരിക്കുകയാണ്. നാവിന് ഇല്ലില്ല എന്ന് പറയുന്ന പോലെ സംസാരിക്കുകയാണ്. ഫലമെന്താണ്? ഇരുട്ട് വ്യാപരിച്ചു. യോബ് ഭാഗ്യവശാൽ വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങി. ദൈവമക്കളെ, നാം ക്രിസ്തുവിൽ ധൈര്യമുള്ളവരായിരിക്കണം. ക്രിസ്തുവാണ് എന്നെ രക്ഷിച്ചത്. ആ ധൈര്യം നമ്മുടെ പിതാക്കന്മാർ കുർബാന സമയത്ത് നമ്മളെ പ്രതിവാക്യം വഴി പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പഠിപ്പിച്ചിരിക്കുന്ന പ്രതിവാക്യം? ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മുകളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ശിഖാതമ്പരാനിരിക്കുന്ന ഉയരങ്ങളിൽ ഉയരങ്ങളിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ കുർബാന നല്ലാണ്. ചിലപ്പോൾ ആചാരനായിരിക്കും, മഹാപുരോഹിതനായിരിക്കും, അതിനേക്കാൾ വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാർ ആരെങ്കിലും ആയിരിക്കും അവിടെ കുർബാന ചെല്ലണത്. അവരെ നോക്കാനാണ് പിതാക്കന്മാർ പഠിപ്പിച്ചത്. കുർബാന ചെല്ലണ പുരോഹിതനാരാന്ന് നോക്ക്, കുർബാന ചെല്ലണ വ്യക്തി ആരാണെന്ന് നോക്ക്, ഏത് പള്ളിയിലാണ് നീ വന്നിരിക്കുന്നത് നോക്ക്, ഏത് പള്ളിയിലാണ് നിൽക്കണം നോക്ക്. ഇതൊക്കെയാണോ പഠിപ്പിച്ചേക്കണ പിതാക്കന്മാർ? അവരെന്താ പഠിപ്പിച്ചേക്കണത്? മനുഷ്യനെ നോക്കാനല്ല പഠിപ്പിച്ചേക്കണത്. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മുകളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മിശിഹാതമ്പരാനിരിക്കുന്ന ഉയരങ്ങളായിരിക്കണം. മിശിഹാതമ്പരാനെ നോക്കണം. പള്ളിയിൽ കുർബാന ചെല്ലുന്ന അച്ഛനെ നോക്കിയാൽ പോരാ, ഏത് പള്ളിയിലാണെന്ന് നോക്കിയാൽ പോരാ, ഏതെങ്കിലും പരിശുദ്ധനെ നോക്കിയാൽ പോരാ.
നീ ആര് കുർബാന അർപ്പിക്കട്ടെ, ആര് പ്രസംഗിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആരുമാകട്ടെ, ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നവർ ആരുമാകട്ടെ, പക്ഷേ ഞാനിന്ന് നീ നോക്കേണ്ടത് ആരെയാണ്? പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന മിശിഹാതമ്പുരാനെ, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നാം നോക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭാവി ഉണ്ടാകണമെങ്കിൽ നാം എവിടെ നോക്കണം? നാം യേശുവിനെ നോക്കണം. നമുക്ക് ഭാവി ഉണ്ടാകണമെങ്കിൽ നാം യേശു ക്രിസ്തുവിനെ നോക്കണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയെ പഠിപ്പിക്കുകയാണ്. മരിച്ചുപോയവരെക്കുറിച്ച് നിങ്ങൾ ശരിയായി ഗ്രഹിക്കണം. മരിച്ചുപോയവരെക്കുറിച്ച് നിങ്ങൾ ശരിയായി ഗ്രഹിക്കണം. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിലായിരിക്കണം. ദൈവമക്കളെ, ഹൃദയം ക്രിസ്തുവിലാണെങ്കിൽ മരണത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും കഷ്ടങ്ങളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് ശരിയായ ഒരു ബോധമുണ്ടാകും. ദൈവം നമുക്ക് തരുന്ന സമ്പത്തിനെക്കുറിച്ച്, സൗകര്യങ്ങളെക്കുറിച്ച്, ഉയർച്ചകളെക്കുറിച്ച്, ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നതിനെക്കുറിച്ച് എല്ലാം നിഗളിക്കാതെ വിനയത്തോടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ മനുഷ്യൻ പണം കാണുമ്പോൾ അതിനെ പ്രശംസിച്ചു പോകും. പണം ഒരു മതിലാണെന്ന് അവന് തോന്നും. ആർക്കും മാറ്റാൻ പറ്റാത്ത ഒരു മതിലാണ് പണമെന്ന് പണക്കാരന് തോന്നിപ്പോകും. കാരണം അവന് ദൈവത്തെ അറിയില്ല. അതുപോലെ തന്നെ രോഗം വരുമ്പോൾ നാം ദൈവത്തെ ദുഷിച്ചും പോകും, നാം ദൈവത്തെ പഴി പറഞ്ഞു പോകും. കാരണം ദൈവത്തിന് ആ രോഗത്തിലൂടെ നന്മയുണ്ടാക്കാൻ കഴിയും, നന്മയുണ്ടാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, രൂത്തിൻ്റെ ഭർത്താവ് മരിച്ചു. ഒരു യുവതിയുടെ ഭർത്താവ് മരിക്കുന്നത് നല്ല കാര്യമാണോ? അല്ല, അതിവേദനയുടെ കാര്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, ജീവനുള്ള ദൈവം അതിലൂടെ ഏറ്റവും നല്ലത് അവിടെ ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ, ജീവനുള്ള ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ നാം നിരൂപിക്കരുത്. നാം വിശ്വസിക്കുക, എനിക്കൊരു ഭാവിയുണ്ട്. നമ്മുടെ ആലോചനയെ നാം ഇരുളാക്കരുത്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നാം ഒരു കാര്യം ഓർക്കണം. എല്ലാ രാജ്യത്തും ഇപ്പം നമുക്കറിയാം, ഓരോ രാജ്യത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ വേറെ രാജ്യക്കാരൊക്കെ അവരുടെ പ്രജകളെ ആ രാജ്യത്തുനിന്ന് കൊണ്ട്, ഇപ്പോൾ ഉക്രൈൻ വാർ തുടങ്ങി. ആ യുക്രൈൻ വാർ തുടങ്ങിയപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാ, ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് വിമാനം അങ്ങോട്ട് അയച്ച് അവിടെ നിന്ന് അവർ ഇന്ത്യക്കാരായ ആളുകളെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു വരും, ഇന്ത്യക്കാരായ ആളുകളെ. ദൈവമക്കളെ, അതുപോലെ തന്നെ നിത്യനായ ദൈവം എല്ലാ ദിവസവും എന്നോണം തൻ്റെ ഭക്തന്മാരായ ആളുകളെ പോലും ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പ്രായഭേദമന്യേ തൻ്റെ മക്കളാകുന്ന വിശ്വാസികളെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിനാ മരണമെന്ന് പറയും. ഇതിനായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വഴിയാണ്. പ്രിയപ്പെട്ടവർ, അതുപോലെ നാം വിശ്വാസത്തിൽ നിലനിന്നാൽ നമുക്ക് മനസ്സിലാകാത്തൊരു ദിവസം നമ്മളെയും ദൈവം ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. എല്ലാ ദിവസവും ദൈവം കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചുപോയവരെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയും, കർത്താവിന് രണ്ടാമത്തെ വരവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ആദ്യം കേൾക്കാൻ പോകുന്നത് ആരായിരിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം കേൾക്കാൻ പോകുന്നത് ആരായിരിക്കും? ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വിശുദ്ധനായ പുരുഷനോ ആരെങ്കിലും ആയിരിക്കും കേൾക്കാൻ പോകുന്നത്? അല്ല. പ്രിയപ്പെട്ടവരെ, ആദ്യം കേൾക്കാൻ പോകുന്നത് കർത്താവിൽ മരിച്ച മൃതന്മാരാണ്. മരിച്ചുപോയ വിശുദ്ധന്മാരാണ് ആദ്യം കാഹളം കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക, എല്ലാം നിത്യനായി ദൈവത്തെ ഏൽപ്പിക്കുക. എന്തിനാണ് നാം ഈ മരണത്തെക്കുറിച്ചും അതിനപ്പുറമുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത്? ദൈവമക്കളെ, ഒരു ഭയം വരാൻ വേണ്ടിയിട്ടല്ല, മറ്റൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലനായ പൗലോസ് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചെല്ലാം കൊരിന്ത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, തെസ്സലോനിക്ക ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, എബ്രായ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം നമുക്ക് വായിക്കാം. എന്തിനാണ് പഠിപ്പിക്കുന്നത് നമുക്കവിടെ കാണാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യം വായിച്ചു നോക്കാം.
പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ള അങ്ങനെ കർത്താവായ യേശു, അതായത് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും യേശു മടങ്ങി വരുമെന്നുള്ളതിനെക്കുറിച്ചും ഈ പ്രത്യാശയുള്ളവൻ, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. എന്തിനാണ് പ്രിയപ്പെട്ടവരെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവൻ നിങ്ങളൊരു വിശുദ്ധ ജീവിതം നയിക്കണം. നിങ്ങൾ പാപം വിട്ട് ജീവിക്കണം, പാപത്തോട് യാത്ര പറഞ്ഞ് ജീവിക്കണം, ഒരു ശുദ്ധിമതിയായി ജീവിക്കണം, ഒരു വിശുദ്ധനായി ജീവിക്കണം. ദൈവമക്കളെ, അതാണ് എപ്പോഴും നാം പഠിപ്പിക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് തന്നെ വിളിക്കുന്നവനല്ല, സ്വർഗസ്വനായവൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗത്തിൽ കിടക്കുന്നു. നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. അതുകൊണ്ടാണ്, അതിനുവേണ്ടിയാണ് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചെല്ലാം വേദപുസ്തകത്തിൽ സവിസ്തരം എഴുതിയിരിക്കുന്നത്. അതിനുവേണ്ടി നാം ഒരുങ്ങണം, നാം ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതം തന്നെ ദൈവമക്കളെ ഒരുക്കത്തിൻ്റെ ജീവിതമായിരിക്കണം. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം എപ്പോഴും ഒരുങ്ങണം. നമ്മുടെ ഹൃദയം ഇരുണ്ടു പോകരുത്. റോമർലേഖനം 1-ാം അധ്യായം, റോമർ 1:21 വായിച്ചു നോക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല, പഠിപ്പില്ലാത്തത് കൊണ്ടല്ല, ജോലിയില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ കണ്ടില്ല. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുസ്തകം നമുക്ക് അടയ്ക്കാം, ശാന്തമായി ചിന്തിച്ച് നോക്കാം. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു വ്യക്തിയാണോ? ദൈവം തന്ന ഭാര്യയെക്കുറിച്ച് നന്ദി പറയുന്നവനാണോ? ദൈവം തന്ന ഭർത്താവിനെക്കുറിച്ച് നന്ദി പറയുന്നവളാണോ? ദൈവം തന്ന മക്കളെക്കുറിച്ച് നന്ദി പറയുന്നവരാണോ? ദൈവം തന്ന ആരോഗ്യത്തെക്കുറിച്ച് നന്ദി പറയുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നന്ദി പറയുന്നവരാണോ? വിവേകമില്ലാത്ത ഹൃദയം, വിദ്യാഭ്യാസമുള്ള ഹൃദയങ്ങൾ, വലിയ പദവിയുള്ള ഹൃദയങ്ങൾ, വലിയ പാണ്ഡിത്യമുള്ള ഹൃദയങ്ങൾ ഇരുണ്ട ഹൃദയങ്ങളായി പോകുന്നു. അവരുടെ കുടുംബജീവിതം ഇരുണ്ടു പോകുന്നു, അവരുടെ ദാമ്പത്യം ഇരുണ്ടു പോകുന്നു. വലിയ വലിയ ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നുവെന്ന് മനുഷ്യർ അതിശയിച്ചു പോയേക്കാം. കാരണം വിവേകമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ വാക്കുകളും കോപത്തിൻ്റെ വാക്കുകളും വെറുപ്പിൻ്റെ വാക്കുകളും അശുദ്ധിയുടെ വാക്കുകളും ശാപവാക്കുകളും ഭവനത്തിൽ നിറയുന്നു. കാരണം അവരൊരു സമയത്ത് ദൈവവചനം പ്രസംഗിച്ചവരായിരിക്കും, പക്ഷേ ഇപ്പോൾ ശാപവാക്കാണ് വരുന്നത്. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യത്തിലേക്ക് ഒരുവൻ വന്നിട്ടുണ്ട്. ഇരുട്ട് മാറ്റാൻ അധികാരമുള്ളവൻ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അവനെ നിങ്ങൾ നന്ദിയോടെ സ്തുതിക്കുക, നിങ്ങൾ നന്ദിയുള്ളവരാകുക. നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ നിങ്ങൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ട്. അവനെ നിങ്ങൾ വിശ്വസിക്കുക, അവനെ നിങ്ങൾ ആശ്രയിക്കുക, അവനെ നിങ്ങൾ ചുംബിക്കുക, അവനെ നിങ്ങൾ ആശ്രയിക്കുക. ആ നല്ലവനായ യേശുവിനോട്, യേശുവേ നിനക്ക് നന്ദി എന്നൊന്ന് പറയുക, യേശുവേ നിനക്ക് സ്തുതി എന്നൊന്ന് പറയുക, യേശുവേ നിനക്ക് സ്തോത്രമെന്ന് പറയുക. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നവനെ നിനക്ക് സ്തോത്രം, ഇത്രത്തോളം സമാധാനം തന്നവനെ നിനക്ക് സ്തോത്രം, ഇത്രത്തോളം ആശ്വാസം തന്നവനെ നിനക്ക് സ്തോത്രം. വിവേകമില്ലാത്ത ഹൃദയം, ഇരുണ്ടുപോയ ഹൃദയവുമായി ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരാനൊരു വഴിയുണ്ട്, ഒരേ ഒരു വഴിയുണ്ട്. മറ്റൊരുത്തല്ല രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഒരേ ഒരു നാമം, യേശുവിനെ വിളിക്കുക, യേശുവിനോട് നന്ദിയുള്ളവനാകുക, യേശുവിനെ സ്നേഹിക്കുക. ഹൃദയത്തിൽ നിന്നൊരു വാക്ക് പറയുക, കർത്താവായ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവായ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഈ രോഗക്കിടക്കയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ഏകാന്തതയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഭർത്താവ് വിട്ടുപോയ വേദനയോടെ,
ഭാര്യ വിട്ടുപോയ വേദനയോടെ, മക്കൾ നഷ്ടപ്പെട്ട വേദനയോടെ, തിരിച്ചടികൾ വന്ന വേദനയോടെ, ബിസിനസ് തകർന്നു പോയ വേദനയോടെ, കടബാധ്യത വന്ന വേദനയോടെ, നിരാശയോടെ, അകലത്തോടെ ഇരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, കർത്താവായ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവായ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, വേദന തങ്ങിയ ഹൃദയങ്ങൾക്ക് ഈ വാക്ക് വരികയില്ല. എന്നാൽ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിൻ്റെ വഴി തെളിഞ്ഞു വരും. മകളെ, നിനക്കൊരു ഭാവിയുണ്ട്. ഒരു ഉണങ്ങിയ മരമാണെന്ന് നീ പറയരുത്. കഷ്ടകാലം ഓർത്ത് ഭാവിയില്ല എന്ന് പറയരുത്. നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു യേശുവുണ്ട്. ആ യേശുവിനോട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം, കർത്താവായ യേശുവേ, എനിക്ക് വേണ്ടി മരിച്ചവനായ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ പാപം വഹിച്ച് മരിച്ചവനായ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ വാക്ക് നിന്ന് പോകല്ലേ, അതിനുള്ള അനുഭവം കുറഞ്ഞു പോകല്ലേ, അതിൽ ഇരുട്ട് വ്യാപരിക്കല്ലേ, അന്ധകാരം വ്യാപരിക്കല്ലേ. യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവായ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ആ സ്നേഹം നിറപ്പാക്കാം. യേശുവേ, എൻ്റെ ജീവിതത്തിൽ നേരിട്ട കഷ്ടതകളുണ്ടോ, മളാനത കൊണ്ടോ, ദാരിദ്ര്യം കൊണ്ടോ എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല. കർത്താവേ, കുറഞ്ഞു പോയിട്ടില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിനൊരു കുറവും വരികയില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാൻ. ജീവനുള്ള ദൈവമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവർക്ക് നിന്നിലുള്ളതായ സ്നേഹം അത് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. അവരുടെ ഹൃദയം ഇരുണ്ടു പോകാതെ കൂടുതൽ കൂടുതൽ പ്രകാശത്തിലേക്ക് വരാൻ അവരുടെ ഹൃദയത്തോട് നീ സംസാരിക്കണമേ. അവർ സമർപ്പണത്തിലേക്ക് കടന്നു വരണമേ. ക്രിസ്തുവിനോടുള്ളവരുടെ ബന്ധം ശരിയാക്കി കൊടുക്കണമേ. സമാധാനമുള്ള ഒരു കുടുംബ നിരീക്ഷണം കൊടുക്കണമേ. കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനക്കാരുകളെ പൊട്ടിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്ദർശിക്കണമേ. ഒരു സമാധാനമുള്ള തലമുറയെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ.